നമസ്കാരം. വേണു പരമേശ്വറാണ്. നന്ദികേട് കാണിക്കരുത്, അതും ജീവൻ തിരിച്ചു തന്നവരോട്, ജീവൻ നിലനിർത്താൻ സഹായിച്ചവരോട്. ഇത് പച്ചയ്ക്ക് പറയാൻ കാരണമുണ്ട്. 4 വർഷം മുൻപ് കോവിഡ് എന്ന മഹാമാരി ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും മണിക്കൂറുകൾ കൊണ്ട് വ്യാപിക്കുകയും വികസിതമെന്നോ വികസ്വരമെന്നോ അവികസിതമെന്നോ വേർതിരിവില്ലാതെ ഒരാളിൽ നിന്നും അനേകം പേരിലേക്ക് നിമിഷ നേരം കൊണ്ട് പടർന്നു പിടിച്ചപ്പോൾ ഒരു യുദ്ധമുണ്ടാകുന്നതിനേക്കാൾ വേഗത്തിലാണ് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരുന്നത്. നവജാത ശിശുവെന്നോ ഗർഭസ്ഥ ശിശുവെന്നോ വൃദ്ധനെന്നോ ചെറുപ്പക്കാരനെന്നോ വിവേചനമില്ലാതെ ലോകം മുഴുവൻ ഭീതി വിതച്ചുകൊണ്ട് രോഗം വ്യാപിച്ചതോടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വെച്ച് ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു മഹാമാരിക്ക് മുന്നിൽ നമ്മുടെ ശാസ്ത്രലോകവും നമ്മളും ഒരുപോലെ അമ്പരന്ന് നിന്നു പോയത് നമ്മൾ മറക്കരുത്. ഇന്ത്യയിലെന്ന് മാത്രമല്ല, ലോകമാസകലം പകച്ചു നിന്ന ആരോഗ്യരംഗം ആദ്യം ചെയ്തത് രോഗം പടരാതിരിക്കാൻ സമ്പർക്കം കുറയ്ക്കാനായി ഒരുമിച്ച് ലോകം മൊത്തത്തിൽ അടച്ചിടുകയായിരുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌണോടെ ലോകത്തുള്ള മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിട്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ സമ്പർക്ക വഴികളെല്ലാം വരിഞ്ഞു കെട്ടി നമ്മളെ നമ്മുടെ വീടുകൾക്കുള്ളിലാക്കി സുരക്ഷിതരാക്കി കാത്തു സൂക്ഷിച്ചു. പിന്നീടാണ് നിമിഷവേഗത്തിൽ രോഗത്തെക്കുറിച്ചും രോഗാണുവിനെക്കുറിച്ചും ഇതിന്റെ മാരക ശക്തിയെക്കുറിച്ചും ആരോഗ്യരംഗം ഒന്നടങ്കം കടുത്ത സമ്മർദ്ദത്തിലാവുകയും ലഭ്യമായ അറിവുകൾ വെച്ച് പ്രതിരോധ മാർഗം കണ്ടെത്താൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാപകലില്ലാതെ പ്രയത്നിച്ചത്. അന്ന് നമ്മളെല്ലാവരും ഒരേ പ്രാർത്ഥനയിലായിരുന്നു, എത്രയും പെട്ടെന്ന് ഇതിന് മരുന്ന് കണ്ടെത്തണേ എന്ന്. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നു ചേർന്നതോടെ ലോക ചരിത്രത്തിലാദ്യമായി പുതുതായി ഒരു രോഗം പിടിപെട്ട് ആഴ്ചകൾക്കുള്ളിൽ പ്രതിരോധ വാക്സിൻ കണ്ടെത്തി ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ മാസങ്ങൾ ആവശ്യമുള്ള നീണ്ട പരീക്ഷണ ഘട്ടങ്ങൾ ലോകം തരണം ചെയ്തത്. അന്ന് മരുന്ന് കണ്ടെത്താൻ പ്രാർത്ഥനയോടെ ഒരുമിച്ച് നിന്ന നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും മരണസംഖ്യ കൂടുന്നത് കണ്ട് ഭയപ്പെട്ടവരാണ്. കതകും ജനാലകളും പോലും അടച്ചിട്ട് വഴികൾ ബ്ലോക്ക് ചെയ്തിട്ട് വീടിന്റെ അകത്തളകളിൽ അന്യരായ ആളുകളും ദൈവതുല്യരായ ആരോഗ്യ പ്രവർത്തകരും നീളം കൂടിയ കമ്പിൽ കെട്ടിയും വീടിന്റെ ഒഴിഞ്ഞ ഓരത്തും ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നപ്പോൾ ആ ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർ മുതലുള്ള സന്നദ്ധ പ്രവർത്തകരും നമുക്ക് കൺകണ്ട ദൈവങ്ങളായിരുന്നു. അതിനിടെയാണ് യൂറോപ്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനക്ക പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ സഹായത്തോടെ കോവിഷീൽഡ് എന്ന വാക്സിൻ കണ്ടെത്തിയ വാർത്ത ആശ്വാസം പോലെ നമ്മുടെ ഇടയിലെത്തിയത്. ഉൽപാദനശേഷി വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും വിതരണം ചെയ്യാൻ തികയാതിരുന്ന വാക്സിൻ എത്രയും പെട്ടെന്ന് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് കിട്ടുക പ്രയാസമായിരുന്നു. ഇന്ന് അതേ വാക്സിനെ ആരോ പറഞ്ഞ തെറ്റിദ്ധാരണയുടെ പുറത്ത് കല്ലെറിയാൻ കയ്യോങ്ങി നിൽക്കുന്ന അതേ മലയാളി ഉൾപ്പെടെ ഈ ജീവൻ രക്ഷാ ഔഷധം എത്രയും വേഗം നമ്മുടെ നാട്ടിലും എത്തിച്ച് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. നമ്മുടെ ഭരണകൂടത്തിന്റെ രാജ്യാന്തര ഇടപെടലിന്റെ ഫലമായി യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ ആദ്യഘട്ടത്തിൽ വാക്സിൻ വിതരണം ചെയ്യാനുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളെയും ഉൾപ്പെടുത്തി. അതേസമയം കോവാക്സിൻ എന്ന മറ്റൊരു പ്രതിരോധ ഔഷധം 3ാം കിട രാജ്യമെന്ന് മുദ്രകുത്തപ്പെട്ട ഇന്ത്യയിലും പരീക്ഷിച്ച് വിജയിച്ചതോടെ കോവിഷീൽഡിനൊപ്പം കോവാക്സിനും വിതരണം ചെയ്ത അപൂർവ രാജ്യങ്ങളിലൊന്നായി നമ്മൾ മാറുകയായിരുന്നു. ലോക ജനസംഖ്യയിൽ മുൻപന്തിയിലുള്ള ദരിദ്ര രാജ്യമായ ഇന്ത്യ അടിയന്തര ഘട്ടത്തിൽ അത്യപൂർവ വേഗത്തിൽ വാക്സിൻ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി മാതൃകയായത് ലോകം മുഴുവൻ അഭിമാനത്തോടെയാണെന്ന് ചർച്ച ചെയ്തത്. സ്വന്തം രാജ്യത്ത് 140 കോടിയോളം ജനങ്ങൾക്ക് അടിയന്തരമായി വാക്സിൻ നൽകി ഒപ്പം മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കായി വാക്സിൻ വിതരണം ചെയ്യാൻ തയ്യാറായ ഭാരതം ആരോഗ്യ മേഖലയിൽ ഒന്നാമതായി. അന്ന് വാക്സിൻ എടുക്കാൻ തിടുക്കം കൂട്ടി വാക്സിൻ എടുത്ത് ജീവൻ രക്ഷിച്ച അതേ മലയാളി ഇന്ന് ഏതോ മഞ്ഞപ്പത്രത്തിലെ പേടിപ്പിക്കുന്ന വാർത്ത കണ്ട് കയ്യിൽ കിട്ടിയതെടുത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെയും ഭരണകൂടത്തെയും ഒരു ഉളുപ്പുമില്ലാതെ കല്ലെറിയാൻ നിൽക്കുകയാണ്. ഏത് വാക്സിനും വികസിപ്പിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നത് ശാസ്ത്രലോകം തന്നെ കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തുന്ന നേരാണ്. കോവിഷീൽഡ് എന്ന വാക്സിന്റെ പാർശ്വഫലം 1,00,000 പേരിൽ വെറും 4 പേർക്ക് മാത്രമാണ് ഉണ്ടാവുക. അത് അന്ന് തന്നെ അതാത് ഭരണകൂടത്തെ നമ്മുടെ ശാസ്ത്രലോകം രേഖാമൂലം അറിയിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ലണ്ടനിലെ ഒരു കോടതിയിൽ വാക്സിൻ എടുത്ത ശേഷമുള്ള പാർശ്വഫലം എന്ന പേരിൽ 51 പേർ നൽകിയ പരാതിയിലാണ് കോവിഷീൽഡ് നിർമ്മാതാക്കളായ അസ്ട്രാസെനിക്ക 1,00,000-ൽ 4 പേർക്ക് പാർശ്വഫലം ഉണ്ടാകുമെന്ന അന്നത്തെ റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചത്.
അതിലെ പാർശ്വഫലം ഉണ്ടാകുമെന്ന വാചകം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച നമ്മുടെ മാധ്യമങ്ങൾ പോലും ജനങ്ങളിൽ തെറ്റിദ്ധാരണ നിറച്ച വാചകങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതി പടർത്തിയതിലൂടെ മാധ്യമ പ്രവർത്തനത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെറും ചുരപ്പായി കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത ഏറ്റെടുത്ത വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിമിഷ നേരം കൊണ്ട് ഈ കള്ളവാർത്ത സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. യാതൊരു ആധികാരികതയുമില്ലാത്ത ഈ വാർത്തയെക്കുറിച്ച് പ്രമുഖ ഡോക്ടറും യൂട്യൂബറുമായ ഡോക്ടർ രാജേഷ് കുമാർ പറയുന്നത് കേൾക്കൂ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ജനങ്ങൾ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു വാർത്തയാണ്. കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് അതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഈ കോവിഷീൽഡ് വാക്സിൻ ഇറക്കിയ ആസ്ട്രാസെനിക്ക എന്ന കമ്പനി തന്നെ യൂറോപ്പിൽ ലണ്ടനിൽ ഒരു കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നുള്ളത് ഇത് എല്ലാ വാർത്താ മാധ്യമങ്ങളും വാർത്തയാക്കി. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ കോവിഡ് രോഗത്തിനെതിരെയായിട്ട് കോവിഷീൽഡ് വാക്സിൻ പ്രത്യേകിച്ച് 2 ഡോസും എടുത്ത ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. വാക്സിനെതിരായിട്ട് 51 പേരുടെ ഒരു കേസ് കോടതിയിൽ നടക്കുന്ന സമയത്താണ് കോടതിയിൽ ഇത്തരത്തിൽ ഈ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഈ ആസ്ട്രാസെനിക്ക കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയകൾ പബ്ലിഷ് ചെയ്തതും അതിനകത്ത് ഉണ്ടായിട്ട് ജനങ്ങൾ ഇത്രയും പേടിപ്പെടാനും ഉണ്ടായ സംഭവം. എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ മീഡിയക്കാരെ മിണ്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് ചുരുക്കം ചില ആൾക്കാരിൽ മാത്രമാണ്. അത് ഉണ്ടാകുന്നതോ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് 4 ദിവസം മുതൽ 42 ദിവസത്തിന്റെ ഇടയിലാണ് ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയും. കോവിഷീൽഡ് വാക്സിൻ എടുത്ത് 2 വർഷം കഴിഞ്ഞ് ഇതിന്റെ സൈഡ് എഫക്ട്സ് വരുമോ, മരണം ഉണ്ടാകുമോ, സ്ട്രോക്ക് ഉണ്ടാകുമോ, അറ്റാക്കും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യം ഇല്ല. ഇതാണ് വാസ്തവം. നമ്മുടെ നാട്ടില് ഈ കോവിഷീൽഡ് വാക്സിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി വാർത്ത ചെയ്ത ഒരു മാധ്യമങ്ങളും അതിനകത്ത് ഈ 2 വർഷം മുമ്പെടുത്ത വാക്സിന് ഇപ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തിൽ ഭയമുണ്ടായത്. അതുകൊണ്ട് 2 വർഷം മുമ്പ് നിങ്ങൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന്റെ പേരിൽ ഇപ്പോൾ ഭയപ്പെടുകയോ ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാകുമെന്ന് ഭയന്ന് വീണ്ടും ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പുറകെ പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ന്യൂസ് മീഡിയയുടെ ഭയപ്പെടുത്തുന്ന കഥകൾ കേട്ട് വല്ലാണ്ട് ഭയപ്പെടാതെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, സുഖമായിട്ടുള്ള ജീവിതവും ഉറക്കവും കൃത്യമായിട്ടുള്ള വ്യായാമവും ചെയ്യുന്നുണ്ടെങ്കിൽ, അമിതമായി ടെൻഷൻ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളൊന്നും വരാനും പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ജീവിക്കാനും സാധിക്കും. അപ്പോൾ കോവിഷീൽഡ് വാക്സിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ള സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരെയും ബോധവൽക്കരിക്കുക. ആരും ഇതിന്റെ പേരിൽ ഭയപ്പെട്ട് ജീവിക്കാൻ ഇടവരാതിരിക്കട്ടെ. എഡ്വേർഡ് ജെന്നർ എന്ന മാനവ സ്നേഹി 250 വർഷങ്ങൾക്ക് മുൻപ് വസൂരിയിൽ നിന്ന് മാനവരാശിയെ ഒന്നടങ്കം രക്ഷപ്പെടുത്താൻ ആദ്യ വാക്സിൻ കണ്ടെത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു നമ്മുടെ മനോഭാവം. രോഗം വന്നപ്പോൾ മരുന്നിനായി ക്യൂ നിന്ന നമ്മൾ മരണത്തിന്റെ വാതിൽക്കൽ നിന്ന് മരുന്ന് കഴിച്ച് രക്ഷപ്പെട്ട് വീണ്ടും നിവർന്നു നിന്നപ്പോൾ ആദ്യം ചെയ്തത് അന്നും ഇന്നും മരുന്ന് കണ്ടെത്തി തന്ന ആരോഗ്യ പ്രവർത്തകരെ കല്ലെറിയുകയായിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വവും ഇടത് സഹയാത്രികനും മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞതും അത് തന്നെയാണ്. ജെന്നറുടെ കാലം മുതൽ തന്നെ വാക്സിൻ ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ രക്ഷപ്പെടുത്തിയ ശേഷം ആന്റി വാക്സിനേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാക്സിൻ വിരുദ്ധർ ഇപ്പോഴും സജീവമാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ബി ഇക്ബാൽ ഇതേക്കുറിച്ച് എഴുതിയത്. നമുക്ക് വാക്സിൻ തരുന്നതിന് മുൻപ് അതിന് ദോഷമുണ്ടെങ്കിൽ അതറിയാനായി യാതൊരു മുൻകരുതലുമില്ലാതെ പരസ്യമായി ഇതേ വാക്സിൻ സ്വീകരിച്ച് മാതൃക കാട്ടിയ അതേ ആരോഗ്യ പ്രവർത്തകരെയാണ് ഇപ്പോൾ എവിടുന്നോ കിട്ടിയ അടിസ്ഥാനരഹിത അല്പജ്ഞാനവുമായി ഒരു വിഭാഗം കല്ലെറിയുന്നത്. മരണത്തിനും ജീവനുമിടയിലെ നൂൽപ്പാലത്തിൽ നിന്ന് വാക്സിൻ എന്ന ദിവ്യൌഷധത്തിന്റെ മാസ്മരിക ശക്തി കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി ഒന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഉറ്റവർക്കും ഉടയവർക്കും ഒരു നോക്ക് കാണാനാകാതെ, ജനിപ്പിച്ചവർക്കോ ജന്മം കൊടുത്തവർക്കോ ഒന്ന് കാണാനാകാതെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കമ്പുകൊണ്ടും കമ്പി കൊണ്ടും കുത്തി JCB കൊണ്ടെടുത്ത കുഴിയിൽ ഒരുമിച്ച് മറവ് ചെയ്യപ്പെട്ട 17 കോടി മനുഷ്യരെ നമ്മൾ മറന്നു. ആ 17 കോടി മനുഷ്യരിൽ ഉൾപ്പെടാതിരിക്കാൻ അന്ന് ദൈവതുല്യരായി നാം കണ്ട ആരോഗ്യ പ്രവർത്തകരെയും ഭരണകൂടത്തെയും ചെറിയ പാർശ്വഫലങ്ങളുടെ പേരിൽ കല്ലെറിയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നന്ദികേട് കാട്ടരുത്. അതും ജീവൻ തിരികെ തന്നവരോട്. നന്ദിയോടെ.